ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആണല്ലോ പിന്നെ രണ്ടാമത്തേതായിട്ട് നമ്മൾ ചൊല്ലുന്നത്. അഊദു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബിസ്മി. നല്ല ഏത് കാര്യത്തിന്റെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് തുടങ്ങണമെന്നാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ബർക്കത്തായിക്കൊള്ളണമെന്നില്ല എന്ന് ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏത് കാര്യത്തിലും ഉദാഹരണമായിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി ചൊല്ലിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ എത്രയോ മുൻഗാമികളായ പ്രവാചകന്മാർ വരെ ഈ ശരിയയുടെ ആളുകളായിരുന്നു എന്നർത്ഥം. അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക എന്നുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാഹാ എന്നിങ്ങനെ ചൊല്ലിയതായി സൂറത്തുൽ ഹൂദിലൊക്കെ കാണാൻ സാധിക്കും. അതേമാതിരി കത്തെഴുതുന്ന സമയത്ത് വരെ ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്തതായി സൂറത്തുൽ നംലിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ ബിസ്മിയുണ്ട്. 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ 114 അധ്യായങ്ങളിൽ 113 സൂറത്തിന്റെയും തുടക്കത്തിൽ മുസാഫിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് കാണാൻ സാധിക്കും. 114 കാണൂല, 113 തുടക്കത്തിൽ കാണും. ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ല, അത് സൂറത്തു തൗബയാണ്. അത് വെറുതെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മുസാഫ് മറിച്ച് നോക്കി പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖുർആനിൽ 114 ബിസ്മി ഉണ്ട് താൻ. അതെങ്ങനെയാണ്? അതാണ് ഞാൻ ഈ പറഞ്ഞത്. സൂറത്തുൻ നംലിന്റെ തുടക്കത്തിലുണ്ട് ഒരു ബിസ്മി, അതിന്റെ നടുക്കും ഒരു ബിസ്മി ഉണ്ട്. അതിന്റെ സന്ദർഭം എന്താണ്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. അങ്ങനെ കത്തെഴുതുമ്പോൾ അദ്ദേഹം തുടങ്ങണം ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തുടങ്ങിയത്. ആ കത്തിലെ വാചകാണ് ഖുർആനിലെ തുടക്കത്തിൽ മധ്യത്തിലാ കാണുന്ന ബിസ്മി. അതുകൊണ്ടാണ് ഖുർആനിൽ 113 സൂറത്തിന്റെ തുടക്കത്തിലെ ബിസ്മി കാണുന്നുള്ളൂ എങ്കിലും 114 ബിസ്മി ഖുർആനിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂറത്തുൽ നംലില് കത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ കത്ത് ഇടാൻ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നതിന് പ്രവാചകന്മാരുടെ ചര്യയുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ബിസ്മി ഓതണമെന്ന് ഇപ്പൊ ഏതായാലും ഉറപ്പായി. ഈ ബിസ്മി എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഈ ബിസ്മി കാണുന്നുണ്ടല്ലോ, അത് ആ സൂറത്തിൽ തന്നെ പെട്ടതാണോ അതോ വേർതിരിക്കാൻ വേണ്ടി കൊടുത്തതാണോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായത്തിലുള്ള വിഷയമാണ്. ഫാത്തിഹയിൽ മാത്രം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരായത്താണ്, മറ്റുള്ളതിലൊക്കെ വേർതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടായിരുന്നാലും നിസ്കാരത്തിൽ ബിസ്മി ചൊല്ലണം എന്ന വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഹദീസിൽ. ഇനി ചൊല്ലണം എന്ന് വരുമ്പോ അഊദ് നമ്മൾ പതുക്കെയാണല്ലോ ചൊല്ലിയത്, അതിൽ തർക്കമില്ല. ബിസ്മിയുടെ കാര്യത്തിൽ തർക്കമുണ്ട്. ബിസ്മി ഉറക്ക ഓതുന്ന നിസ്കാരത്തിൽ ഇമാമ് ഉറക്ക ഓതണോ അല്ലെങ്കിൽ പതുക്കെ ഓതണോ, ഇത് ഒരഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചില ഹദീസുകളിൽ മിക്ക അവസരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി പതുക്കെയാണ് ഓതിയിട്ടുള്ളത് എന്ന്. ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ബിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി ചില അവസരങ്ങളിൽ നബി ഉറക്കയും ഓതിയതായി ചില ഹദീസുകളുണ്ട്. എന്നാൽ കൂടുതലായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെയാണ് ബിസ്മി ചൊല്ലിയിട്ടുള്ളത്. കാരണം നബിയിൽ നിന്ന് ദീന് നേരിട്ട് കേട്ട് പഠിച്ചിട്ടുള്ള സ്വഹാബാക്കിറാമുകളിൽ പ്രമുഖന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാരും ബിസ്മി പതുക്കെ ഓതുന്ന ആളുകളായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്തത്. അനസ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയാണ്, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وأبي بكر وعمر وعثمان فلم أسمع أحدا منهم يقرأ بسم الله الرحمن الرحيم. ഞാൻ നബി തിരുമേനിയോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബറിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, ഉമർ അൽ ഖത്താബിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്. ഫലം അസ്മഅ അഹദം മിൻഹും, അവരിൽ നിന്ന് ആരെയും ഞാൻ യഖറഉ അവർ ഓതുന്നത് കേട്ടിട്ടില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവർ ഓതുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അനസ് എന്ന സഹാബി പറയുന്നത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഓതിയിട്ടില്ല എന്നല്ല, മറ്റു ചില ഹദീസുകളിൽ നിന്ന് നമുക്കതിന്റെ വിശദീകരണം മനസ്സിലാക്കാം. ഒരു ഹദീസിൽ പറഞ്ഞ അവ്യക്തമായ കാര്യങ്ങൾ മറ്റ് ഹദീസുകളിൽ നിന്ന് അതിന്റെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലെ മറ്റൊരു പ്രത്യേകത. ഫകാനു ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നസാഇ എന്ന മുഹദ്ദിസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഉറക്കെ പറയാറുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. വകാനു യുസിറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇബ്നു ഹുസൈമ നിവേദനം ചെയ്യുന്നു, അവർ ബിസ്മി പതുക്കെയാണ് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നർത്ഥം. അപ്പൊ ബിസ്മി പതുക്കെയും ഉറക്കയും ഓതിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും
ബഹുഭൂരിപക്ഷം ഹദീസുകളിലും അതേപോലെ തന്നെ സ്വഹാബാക്കിറാമിന്റെ പ്രവർത്തനങ്ങളിലും ബിസ്മി പതുക്കെ ഓതിയതായിട്ടാണ് കാണുന്നത്. തന്നെയുമല്ല, ഇമാം തുർമുദി ഒരു ഹദീസാണ്. തുർമുദി എന്ന ഹദീസിന്റെ കിതാബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള സഹീഹിൽ അദ്ദേഹം പറയുന്നു, ബാബു മാ ജാഅ ഫീ തർക്കിൽ ജഹരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പതുക്കെയാണ് നിർവഹിക്കേണ്ടത്, ഉറക്കോതേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് ഹദീസുകൾ പറഞ്ഞിട്ട് ഒരു ഹദീസ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണം, വൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസ്മി നമസ്കാരത്തിൽ പതുക്കെ ഓതുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും സഹാബാക്കിറാമിന്റെയും നടപടിക്രമം. ആരാണ് ബഹുഭൂരിപക്ഷം സഹാബത്തും എന്ന് പറഞ്ഞാൽ അവരിൽ ആരൊക്കെയുണ്ട്? മിൻഹും അബൂബക്കറിൻ, അവരിൽ അബൂബക്കർ സിദ്ദീഖുണ്ട്, ഉമറു ഉസ്മാനു അലിയുൻ, ഈ 4 ആളുകളുമുണ്ട്. വഗൈറുഹും, അവരല്ലാത്ത സഹാബത്തുമുണ്ട്. വമൻ ബഅദഹും മിനത് താബിഈൻ, സഹാബത്തിന് ശേഷം താബിഈങ്ങളിൽ പ്രമുഖരും ഇങ്ങനെ നിർവഹിച്ചിരുന്നവരാണ്. വബിഹി, ബിസ്മി ഉറക്കോതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് സുഫിയാൻ സൗരിയും അബ്ദുല്ലാഹ് ബിൻ മുബാറക്കും അഹ്മദ് ബിൻ ഹംബലും ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയും. അതേപോലെ തന്നെ അവരെല്ലാം ലാ യറൗന അൻ യജ്ഹറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ഉറക്കെ പറയേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ വയഖൂലുഹാ ഫീ നഫ്സിഹി, പതുക്കെ മനസ്സിൽ പറയുക എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം സമ്പ്രദായം. അപ്പൊ നിസ്കാരത്തിലെ ഫാത്തിഹ ഓതുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെയോ പതുക്കെയോ ചൊല്ലേണ്ടത് എന്ന തർക്കത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയാണ്. കണിശമായി ബിസ്മി ഉറക്ക ഓതൽ വിദഅത്താണെന്നോ ബിസ്മി ഉറക്ക ഓതിയാൽ അത് കുഴപ്പമാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. ബിസ്മി പതുക്കെ മാത്രമേ നിർവഹിക്കാവൂ എന്ന് പറയാനും തെളിവുകളില്ല. പ്രവാചകൻ ചില ഘട്ടങ്ങളിലെങ്കിലും ഉറക്കയും ഓതിയിട്ടുള്ളത് കൊണ്ട് ബിസ്മി ഒരാൾ ഉറക്ക ഓടുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ട പ്രശ്നമല്ല. എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ പ്രവാചകന്റെ സഹാബാക്കിറാമിൽ വളരെ പ്രമുഖരായ ആളുകളും ഇങ്ങനെ പതുക്കെയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് രണ്ടും ആകാമെങ്കിലും പതുക്കെയാക്കലാണ് ഏറ്റവും ഉത്തമം എന്ന നീതിയുക്തമായ നിലപാടിൽ എത്തിച്ചേരാനാണ് നമുക്ക് നിർവാഹമുള്ളത്. അപ്പോ ഒരു ഇമാം ബിസ്മി ഉറക്കോതുണ്ടെങ്കിൽ ഇയാളുടെ ബിസ്മി ഉറക്കോതുന്നെന്ന് ആർക്കും തോന്നേണ്ടതില്ല. പതുക്കെ ഓതണ എന്താ പതുക്കെ ഓതലാണ് ഏറ്റവും നല്ലത്. ഉറക്ക ഓതണ്ടെന്ന് പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അതും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് ഹദീസുകളെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുവാൻ